ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല മൊരിഞ്ഞ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുമാത്രമല്ല, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഉഴുന്നൊന്നും ചേർക്കാതെ ഈ ഒരു മൊരിഞ്ഞ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേ കപ്പിൽ 1/2 കപ്പ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് വെക്കുന്നതല്ലേ, അത്രയും ടൈം തന്നെയാണ് ഇതും കുതിർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. അരിയും കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയാം. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ അരിയും കടലയും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഈ ഒരു മാവും വേണ്ടത്. അപ്പോൾ ഇത് മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലൊരു തവി വെച്ച് ഇതുപോലെ ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഈ മാവ് ഒരു 7-8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിത് തലേന്ന് ഉച്ചക്ക് കുതിർത്ത് രാത്രി അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് അടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളിതിൽ ഉഴുന്നോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു തവ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് സാധാരണ ദോശ നിരത്തി കൊടുക്കുന്നത് പോലെ നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, നല്ല മൊരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പിയായ ദോശയാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ദോശ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോഴാണ് ആ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിന്ന് ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കടലയൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ അരച്ച് ചേർത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. കടലയും പയറും പരിപ്പും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഹൈ പ്രോട്ടീൻ ദോശയുടെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.